എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പടവലം കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ. ഉപ്പേരിയോ തോരനോ ഇനി എന്നാ വറവ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മളെപ്പോൾ പടവലം കൊണ്ടൊരു പരിപ്പിട്ടിട്ടൊരു കറിയല്ലേ വെക്കുക. അപ്പോൾ അതിൽ നിന്ന് മാറ്റി പിടിച്ച് നോക്കിയാലോ. ഇപ്പോൾ പടവലത്തിൻ്റെ സീസണാണല്ലോ, എന്തായാലും വില കുറച്ച് കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്നാൽ പിന്നെ അതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെയാണ് ഞാനെടുത്ത്. നിങ്ങളെടുത്ത് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തോളി എന്തായാലും. അപ്പോൾ അതാ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതും ഒന്ന് മൊരിയുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം. ഇനി അതും അതിൽ കിടന്നൊന്നും ഇതാകുമ്പോഴത്തേക്ക് 2 തണ്ട് കറിവേപ്പില, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് വലിയുള്ളി. 1 കപ്പ് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒരു ഗ്ലാസ് പരുവം അത്രയേ ആവണ്ടോ. ആ സമയത്ത് ഞാനൊരു 6 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് പച്ചമുളക് മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതാ 6 നല്ല എരിവുള്ള പച്ചമുളകാണ്. എന്നാൽ മാത്രമേ പച്ചക്കറീൻ്റെ എല്ലാ ഭാഗത്തും എരിവ് പിടിക്കണ്ടേ. അപ്പോൾ അതാ ഇനി ആ മുളകും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പടവലം 400 ഗ്രാം പടവലം എടുത്തിട്ടുണ്ട്. അത് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമ്മൾ ഈ പച്ചമുളകും ഉള്ളിയും പടവലത്തിൻ്റെ എല്ലാ ഭാഗത്തും മറ്റുള്ള മസാലകളെല്ലാം എല്ലാ ഭാഗത്താകുന്നവരെ ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കിയിടാം. ഈ സമയത്തെല്ലാം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലാണേ ഇടാവൂ. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതേപോലെ പിന്നെയും മൂടി ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം ചെയ്യണം. അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നല്ലോണം ഒരു വെള്ളം ഇറങ്ങി വരും. ഈ പടവലം നല്ല വെള്ളമുള്ളതല്ലേ, അപ്പോൾ അതെല്ലാം ഇറങ്ങി ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അതാ ഒന്നും കൂടി ഇളക്കി ഇത് 2ാമത്തെ പ്രാവശ്യം മൂടി വെച്ചിട്ടുണ്ട്. അതാ 2 പ്രാവശ്യം കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യമായേ. പിന്നെയും ഒന്ന് ഇളക്കി നല്ലോണം ഒന്നും കൂടി ഇളക്കിയിട്ട് പിന്നെ നമുക്കിതേപോലെ മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലുള്ള വെള്ളമെല്ലാം കുറേ വറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേവ് അത് മതിയാവില്ല. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി മൂടി തുറന്നിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇട്ടാലാണ് ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടിപ്പോവും. അപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ റെഡിയായി കേട്ടോ. ഇനി ഈ വെള്ളം പെട്ടെന്ന് വറ്റിക്കോളും. അപ്പോൾ ഈ സമയത്ത് നമ്മളിനി കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇനി ഇടുവാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അത് നല്ലോണം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയിലുള്ള ആ ഒരു മോയ്സ്ചറും കൂടി വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി തേങ്ങ എല്ലാ ഭാഗത്തും ആയ നല്ലൊരു മണം വരും. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഡൺ. ഇനി നമുക്കൊരു ഇത് നല്ലൊരു ഒന്നും കൂടി ഇളക്കി കൊടുത്ത് കറിവേപ്പിലേൻ്റെ മണം എല്ലാവരുടെയും ആ ഫ്രഷ് മണം എത്തുമല്ലോ, ആ സമയത്ത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളി ഉപ്പേരി റെഡി. ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.